10-90 രാജ്യങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടുമായി സഞ്ചരിച്ച ഒരുത്തന് ഇപ്പൊ ഇന്ത്യൻ പാസ്പോർട്ട് മോശമാണത്രേ. അവന് കൃമികടീര അസുഖം. എടാ, ഇന്ത്യൻ പാസ്പോർട്ട് ഇത്ര മോശമാണെങ്കിൽ നീ ഇന്ത്യയിൽ തെണ്ടി നടന്ന കാലത്ത് നീ എന്താടാ അമേരിക്കയിൽ നിന്നൊരു പാസ്പോർട്ട് എടുക്കാത്തത്? അമേരിക്കക്കാർ നിനക്ക് പാസ്പോർട്ട് തരുമായിരുന്നല്ലോ, നീ എന്തുകൊണ്ടത് ചെയ്തില്ല? എടാ, 5-6 വർഷത്തിന് മുമ്പ് നീ എല്ലാ സൈക്കിളിലും ലോറിക്ക് കൈ കാണിച്ചും ലോറിയുടെ ബാക്കിൽ തൂങ്ങിക്കിടന്നും ഒക്കെ ഇന്ത്യ മുഴുക്ക സഞ്ചരിച്ച് കുറെ പൈസ ഉണ്ടാക്കി. അതൊക്കെ ഷൂട്ട് ചെയ്ത് ഈ യൂട്യൂബിലിട്ട് ജനങ്ങൾ കണ്ട് നിനക്കെല്ലാം കോടികൾ വന്നു കയറി. അപ്പോ നീയൊക്കെ ഇതും കൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് നീയൊക്കെല്ലാം യൂട്യൂബിലിട്ട് അതെല്ലാം ജനങ്ങൾ കണ്ട്. ഈ കണ്ടവരെല്ലാം അമേരിക്കക്കാരും യൂറോപ്പുകാരൊന്നും അല്ല, ഇന്ത്യക്കാരാടാ നിന്റെ എല്ലാം വീഡിയോ കണ്ടത്. പ്രത്യേകിച്ച് മലയാളികളായ ഞങ്ങളൊക്കെയാണ് ഇതിന്റെ എല്ലാം വീഡിയോകൾ കണ്ട് നിനക്കെല്ലാം കോടികൾ വന്നു കയറിയത്. നീ ഇപ്പൊ കുറെ രാജ്യങ്ങളിൽ ചെന്നപ്പോ നിനക്ക് ഇന്ത്യൻ പാസ്പോർട്ട് മോശം. എടാ, നീ ഒരു കാര്യം ആലോചിക്കണം. കോടിക്കണക്കിന് മനുഷ്യരാടാ ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നെ പോലുള്ളവരനൊക്കെ കറങ്ങിയിടക്കാൻ പോയതല്ല, ജോലികൾ ചെയ്യാൻ പോയവരാണ്. അവരെല്ലാം ഇന്ത്യൻ പാസ്പോർട്ട് നെഞ്ചോട് ചേർത്താണ് കിടക്കുന്നത്. ആ ഇന്ത്യൻ പാസ്പോർട്ടാണ് അവരുടെ ജീവിത മാർഗം. അത് നിനക്ക് മനസ്സിലായിട്ടുണ്ടാടാ? നിന്നെ പോലുള്ളവന് പാസ്പോർട്ട് മോശമായി പോയി. കൊറോണ കാലത്ത് പുറത്തിറക്കാൻ പറ്റാതിരുന്ന മനുഷ്യര് നിന്റെ എല്ലാം വീഡിയോകള് നീ എല്ലാം ഷൂട്ട് ചെയ്തിട്ട് എല്ലാം കണ്ട് ഇപ്പോഴും കാണുന്നുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല, നീയൊക്കെ ഉണ്ടാക്ക്. പക്ഷെ ഇന്ത്യയും ഇന്ത്യൻ പാസ്പോർട്ടും ഒക്കെ തള്ളി പറയുന്നത് അതൊരു മോശം പ്രവൃത്തിയല്ലേടാ. കുറെ രാജ്യങ്ങളിലൊക്കെ പോകുന്നത് വരെ നിനക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഇപ്പൊ നിനക്ക് ഇന്ത്യൻ പാസ്പോർട്ട് കുഴപ്പമായി അല്ലേ? എടാ, നിന്നെ പോലുള്ളവനെല്ലാം ആലോചിക്കണം. നിന്റെ എല്ലാം വീഡിയോ കാണുന്ന ആൾക്കാര് കോടിക്കണക്കിന് ഇന്ത്യക്കാര് ഇന്ത്യൻ പാസ്പോർട്ട് നെഞ്ചോട് ചേർത്താടാ കിടക്കുന്നത്. മില്യൺ കണക്കിന് ആൾക്കാരടാ ഇന്ത്യയിൽ നിന്നും പുറ രാജ്യങ്ങളിൽ ചെന്ന് ജോലികൾ ചെയ്ത് ജീവിക്കുന്നത്. അവരെല്ലാം പോകുന്നതെല്ലാം ഈ ഇന്ത്യൻ പാസ്പോർട്ടിലാണടാ. നീയൊന്നും ടൂറിസ്റ്റുകളല്ലടാ. എടാ, നീയെല്ലാം പോകുന്നത് ആ രാജ്യത്തെ പകർത്തി യൂട്യൂബിലിട്ട് അതിൽ നിന്നും പണമുണ്ടാക്കാനാണ്. നീ ഒരു ടൂറിസ്റ്റ് അല്ല. അത് നീ ആദ്യം മനസ്സിലാക്ക്. നിന്റെ സ്വന്തം പണത്തിൽ നിന്റെ കുടുംബ സ്വത്തിൽ നിന്ന് അല്ലെങ്കിൽ നീ അധ്വാനിച്ചുണ്ടാക്കിയെന്ന് അതിൽ നിന്ന് അല്ലടാ നീ ഈ രാജ്യങ്ങളിൽ മൊത്തം ചുറ്റുന്നത്. ഈ യൂട്യൂബിലൂടെ ഈ വീഡിയോകൾ നിങ്ങൾ ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് അത് ജനങ്ങൾ കണ്ടിട്ടാണ് നിനക്കെല്ലാം പണം വരുന്നത്. ഇന്ത്യക്കാരെ അധിക്ഷേപിക്കുന്നല്ലേ? ഇന്ത്യൻ പാസ്പോർട്ട് നിനക്ക് മോശമായി പോയി അല്ലടാ? നിന്നെ പോലുള്ള മക്കള് വേറെയും ഉണ്ടടാ. ഏതെങ്കിലും രീതിയിൽ കുറെ പണം ഉണ്ടായി കഴിയുമ്പോ അച്ഛനും അമ്മയ്ക്കും സംസ്കാരമില്ല, അച്ഛനും അമ്മയ്ക്കും സൗന്ദര്യമില്ല എന്നത് മാതാപിതാക്കളെ തള്ളിപ്പറയുന്നവന്മാർ. അതുപോലെ തന്നെടാ നീയും. ഇന്ത്യയിൽ തെണ്ടി നടന്ന കാലത്ത് നിനക്ക് ഇതൊന്നും തോന്നിയില്ലല്ലോ. നീ എന്താടാ വിചാരിച്ചത്? നീ കുറെ രാജ്യങ്ങളിൽ ചെന്നു എന്ന് വിചാരിച്ച് ആ രാജ്യക്കാരെല്ലാം നിന്നെ പിടിച്ച് ഉമ്മ വയ്ക്കണമെന്ന് വിചാരിച്ചാ? അതെ, നീ എയർപോർട്ടിൽ ഇറങ്ങിയ ഉടനെ തന്നെ നിന്നെ മാലയിട്ട് സ്വീകരിച്ച് കൊണ്ടുവന്ന് മറ്റേ VIP കൗണ്ടർ വഴി നിന്നെ പുറത്തു വിടുമെന്ന് വിചാരിച്ചാ? എടാ, ലോകം മുഴുക്ക നേരിടുന്ന പ്രശ്നങ്ങൾ നിനക്കറിയില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ലോകത്ത് നടക്കുന്നത്? അതുകൊണ്ട് തന്നെ ഓരോ രാജ്യക്കാരും ഓരോ ആൾക്കാരും എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ശക്തമായ ചെക്കിങ്ങുകളും നടപടികളും ഉണ്ടാവും. അതിനെല്ലാം നമ്മൾ വിധേയത്തോടു കൂടി നിന്നു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നീ കുറെ രാജ്യങ്ങളിൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ VIP ചാനൽ വഴി പുറത്തു കൊണ്ടുവന്നാടാ നീ വിചാരിച്ചത്? എടാ, നീ ഒരു കാര്യം ആലോചിക്ക്. ഏതെങ്കിലും രീതിയിൽ നിന്റെ വിസ, നീ നിൽക്കുന്ന രാജ്യത്തെ വിസ നിനക്ക് തീർന്നു കഴിഞ്ഞാൽ നിന്നെ പിടിച്ചവന്മാർ അകത്തിടും. അന്ന് നിന്റെ ഇന്ത്യൻ പാസ്പോർട്ടിലടാ നിന്നെ കടത്തിവിടുന്നത് ഇന്ത്യയിലേക്ക്. നീ അവിടെ കിടന്ന് അമേരിക്കയിൽ ഞാൻ പോയിട്ടുണ്ട്, അമേരിക്കയിൽ എന്റെ വിസ ഉണ്ടെന്ന് പറഞ്ഞാലൊന്നും നിന്നെ അമേരിക്കയിൽ വിടത്തില്ല. നിന്നെ ഇന്ത്യയെ തന്നെ കയറ്റിവിടൂടാ. അപ്പൊ നീ ഇന്ത്യയെ തന്നെ വരും. അന്ന് നിനക്ക് ഇന്ത്യ മോശമായി എന്ന് തോന്നുന്നു. നീ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നിരങ്ങിയവനല്ലേ? നിനക്ക് ഇന്ത്യൻ പാസ്പോർട്ട് മോശമാണെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയിൽ നീ ഒരു പാസ്പോർട്ട് എടുത്തില്ല? അമേരിക്കക്കാരനായിട്ട് നടക്കാമല്ലോ. എടാ, ഒരു കാര്യം മനസ്സിലാക്കടാ. ഒരു ഇന്ത്യക്കാരൻ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം അമേരിക്കക്കാരന്റെ വീട്ടിലെ പട്ടി കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യക്കാരെല്ലാം പട്ടികൾക്കും താഴെയാടാ. അങ്ങനെയാടാ ചിന്തിക്കേണ്ടത് വിവരം കെട്ടവനെ. എടാ, നിന്നെക്കാൾ എത്രയോ കൂടുതൽ രാജ്യങ്ങളിൽ സഞ്ചരിച്ച ആളാണ് ജോർജ് കുളങ്ങര. അയാൾ ഈ വാക്ക് പറഞ്ഞില്ലടാ. നിനക്ക് അഹങ്കാരവും തിമിരും കയറിപ്പോയടാ. ഇന്ത്യൻ പാസ്പോർട്ട് നിനക്ക് മോശമായി പോയല്ലേ? ഒരു വ്യക്തിയുടെ പാസ്പോർട്ടിന് എത്ര വിലയുണ്ടെന്ന് അറിയണമെങ്കിൽ നിന്റെ കയ്യിരിക്കുന്ന ആ പാസ്പോർട്ട് നിനക്ക് നഷ്ടമാവണം. അപ്പോഴേ നിനക്ക് ആ പാസ്പോർട്ടിന്റെ വില എന്താണെന്ന് മനസ്സിലാവുള്ളൂ. നീ ആ രാജ്യത്തുനിന്ന് കടന്നു പോകാൻ എത്രമാത്രം വിഷമിക്കുമെന്ന് നിനക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. നിന്റെ അസുഖം എന്താണെന്ന് അറിയാടാ. നിനക്കിപ്പോ ഇന്ത്യക്കാരനായത് വളരെ മോശമായി പോയി. നിനക്ക് യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ജനിക്കണമായിരുന്നു. അതാണ് നിന്റെ ചിന്ത. നിനക്ക് അന്ന് ചിന്തയില്ലായിരുന്നു, ഇപ്പോഴാണ് ഈ ചിന്ത വന്നത്. കാരണം നിന്റെ അടുത്ത് ഇപ്പൊ കോടികളുണ്ട്, ഇഷ്ടംപോലെ പൈസ ഉണ്ട്, എന്തിനുമുള്ള പൈസ ഉണ്ട്. ഏത് പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ നേരിടാനുള്ള തന്റെ ഇടവും പൈസയൊക്കെ നിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇനി എനിക്കൊരു അമേരിക്കക്കാരനായാലോ എന്നുള്ള ഒരു തോന്നലാണ്. വേണ്ടടാ, ഈ ചിന്തകളൊന്നും വേണ്ട. നിലയ്ക്ക് നിന്നാൽ മലയ്ക്ക് സമം, താഴെ നിൽക്ക്, തറയിൽ നിൽക്ക്. നിന്നെ പോലുള്ള ഒരുപാട് പേര് ലോകം മുഴുക്ക ചുറ്റി നടക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ 10-45 വർഷമായിട്ട് ലോകം മുഴുക്ക സഞ്ചരിക്കുന്നവർ തന്നെ. ഞങ്ങൾക്കൊന്നും തോന്നിയിട്ടില്ല ഇത്തരം അഹങ്കാരങ്ങളൊന്നും. ആ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മാന്യമായി ക്യൂല് നിൽക്കും. നമ്മുടെ അവസരം വരുമ്പോ പാസ്പോർട്ട് കൊടുക്കും.
അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം നമ്മൾ ഉത്തരം പറയണം, പറഞ്ഞാലേ അവർ കടത്തി വിടുകയുള്ളൂ. അത് രാജ്യത്തിന്റെ പ്രൊസീജിയറാണ്. നിന്നെ കണ്ടുടനെ പിടിച്ചോണ്ട് പോവാൻ നീ ആരാടാ? കുറെ രാജ്യത്ത് തെണ്ടി നരിഞ്ഞ് നടന്ന് നീ നാട്ടിലൊരു സമ്പന്നനായിരുന്നാടാ? നീ ടൂറാടാ പോയത്? എടാ നിനക്ക് നീ ഇങ്ങനെ കറങ്ങി നടന്ന് ആ വീഡിയോകളെല്ലാം ഷൂട്ട് ചെയ്ത് യൂട്യൂബിലിട്ട് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് നീ ജീവിക്കുന്നവനാണ്. നിനക്ക് ഇത്രയും തീവ്ര? എടാ നാട്ടിലെ ഒരു കോടീശ്വരൻ, അയാൾ ഇതേപോലെ കുറെ രാജ്യങ്ങളിൽ ടൂർ അവിടെ കാണാൻ വേണ്ടി പോയി. അയാളത് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. എടാ മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. തിമിരും അഹങ്കാരവും കാണിക്കല്ലേ. കിട്ടിയത് കൊണ്ട് സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ള നോക്ക്. ഇന്ത്യക്കാരെ അപമാനിക്കുന്ന ഒരു വാക്കും നീ സംസാരിക്കരുത്. അത് തെറ്റാണ്. പെറ്റമ്മയെയും മാതൃരാജ്യത്തെയും തള്ളിപ്പറയുന്ന ആരായാലും അഹങ്കാരവും തിമിരും പിടിച്ചവനാണ്.